Orfakan. Very nice, na? Yeah. നൈറ്റിൽ വരുമ്പോൾ നമുക്ക് നൈറ്റിൽ വരുമ്പോൾ ചെറുതായി പേടിയാവും. കാരണം ഫുള്ള് ഇരുട്ടല്ല. പുറത്ത് നമുക്ക് ഈ മൗണ്ടന്റെ ഈ ഭംഗി കാണാനില്ല. ഫുള്ള് ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മൾ വീണ്ടും ഒരു ടണലിന്റെ ഉള്ളിൽ കയറുന്നു. അതും ഇപ്പോഴും നമ്മള് പാസ് ചെയ്തിട്ട് ഒത്തിരി ഫ്രണ്ടിലാണ് ഒരു വണ്ടി പോകുന്നുള്ളത്. വണ്ടികൾ ഇവിടെ ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവാണ് വണ്ടികൾ. റോഡ് സ്പീഡ് 100 ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത്ര അറിയാത്ത ഒരു റോഡായതുകൊണ്ട് നമ്മൾ അത്ര സ്പീഡ് എടുക്കില്ല. സേഫ് അല്ല. ഇതാ പോണ ഒരു പോർഷെ. അങ്ങനെ നമ്മൾ ഈ ടണലിന്റെ പുറത്തേക്ക് കടക്കും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ടണലിലൂടെ പോയിട്ടുണ്ടോ? ഇത് പാസ് ചെയ്ത ഭാഷ നെക്സ്റ്റ് ടണലുണ്ട്. ഫസ്റ്റ് ടണൽ ക്രോസ് ചെയ്തു. സെക്കൻഡ് ടണൽ ഇതും അവര് കണ്ടോ? എന്റെ അത്ഭുതം, എങ്ങനെ ഡ്രില്ലിംഗ് പ്രക്രിയ എങ്ങനെയാ വന്നത്? ഇതിന്റെ ഹൗ ഇസ് ദ പ്രോസസ്? ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് കുറേ ഇയേഴ്സ് ബിഫോർ ഇതെല്ലാം കടലിന്റെ അടിയിലുള്ള സ്ഥലമല്ലായിരുന്നു. കടലായിരുന്നു എന്നാണ് തോന്നുന്നത്. വെപ്പ് അതെ, കടല് വലിഞ്ഞു പോകുന്നതല്ല ഭൂമിയായത് വന്നേക്കുന്നതാണ്. അങ്ങനെ എന്തോ ഒരു കഥ ഞാൻ അങ്ങനെ പഴയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കടലിന്റെ അടിത്തട്ടാണിത്. ചെവിട് ഇങ്ങനെ പ്രഷർ, നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലത്തെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. പ്രഷറിന്റെ എഫക്റ്റ് കൊണ്ട് അടയുന്നു, തുറക്കുന്നു. അവന്റെ ഇഷ്ടത്തിന് അവൻ അടയ്ക്കുന്നു, തുറക്കുന്നു. ഇനി ഇവിടെ ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് റോഡിൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനും ഈ സെയിം ടണലിലേക്ക് കണക്ട് ചെയ്തിരിക്കാം. അപ്പോൾ ഇതൊരു 1 വേ ആയിട്ട് മാറും. പോകുന്ന ടണൽസ് എല്ലാം 2 വേ ആയിരുന്നു. 2 വേ മീൻസ് 2 ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഇനിയിപ്പോൾ 1 ലൈനേ ഉണ്ടാവുള്ളൂ. ഓപ്പോസിറ്റിൽ നിന്നും വണ്ടി വരും. പക്ഷെ അവർ വേരിഗേഷൻ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡ്. ഇതാണെന്ന് തോന്നുന്നു ലോങ്ങസ്റ്റ് ടണൽ. ടണലിനൊരറ്റമില്ലേ? such a long tunnel. Also we are going slow എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് especially maintenance is going on. അപ്പം എന്തായാലും സ്പീഡ് ലിമിറ്റ് കുറച്ച് ഹാഫ് ആക്കി തോന്നുന്നു. പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം സിംഗിൾ വേ അല്ലല്ലോ, ഒറ്റ സ്ട്രെച്ച് അല്ലോ, ഒറ്റ ലൈൻ അല്ലല്ലോ. Usually it's a 100 speed limit road, but I think they have reduced it to 40 because of maintenance.
ഏരിയാസും ഓരോ ലുക്കാല്ലേ. ഓരോ ഏരിയകളിലേക്ക് കടക്കുമ്പോഴും ഒരു മൗണ്ടൻ കയറി താഴേക്ക് ഇറങ്ങുമ്പോഴും ഓരോന്ന് വേറെ വേറെ ലാൻഡ്സ്കേപ്പുകൾ കാണുമ്പോൾ വേറെ വേറെ ലുക്കാണ്. ആൻഡ് ഇറ്റ്സ് നൈസ്. See the mountain rides. ഇവിടെ എല്ലാവരും പ്രോപ്പർ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് റോഡ് സ്പീഡ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി തന്നെയാണ്. ഞാനിപ്പോഴും ശ്രദ്ധിച്ച ഓരോ പേരുണ്ട്. ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ. നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഇവിടെ കുറച്ച് ലൈവ്ലിയായിരുന്നു. വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് ചെറിയ പിള്ളേർ കളിക്കാനും അങ്ങനെയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കണ്ട ചെറിയ മാർക്കറ്റ്. ഫ്രണ്ടിലുള്ള റേഞ്ച് റോവറിന്റെ നമ്പർ ശ്രദ്ധിച്ചു, 4444. ഇലക്ട്രോ ഇതാന്ന് തോന്നുന്നു, EV. ലാസ്റ്റ് ടണലാ എന്ന് തോന്നുന്നുണ്ട്. ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും പെട്രോള്, വണ്ടിയുടെ മെയിൻ്റെനൻസ് എല്ലാം പ്രോപ്പറായി വെക്കുന്നതാണ് എപ്പോഴും സേഫ്. എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇവിടെ അടുത്തൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ കടകളില്ല, പിന്നെ ഹെൽപ്പ് എത്താനായിട്ട് സമയമെടുക്കും. ബട്ട് ഇവിടെയുള്ള ആളുകൾ നല്ല ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈവൻ നമ്മളാണെന്ന് വെച്ചാലും ഇവിടെ എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയെന്ന് വെച്ചാൽ വി വിൽ കൺസിഡർ, ഒന്ന് വെയിറ്റ് ചെയ്ത് സൈഡാക്കി നോക്കും. ഇതൊരു ഷാർപ്പ് ടേൺ ആണ്. നമ്മുടെ നാട്ടിലെ ഹെയർ പിൻ എന്നൊക്കെ പറയില്ലേ, സെയിം സാധനം. നമ്മുടെ കോർഫക്കാൻ റോഡിലുള്ള ഹെയർ പിന്നുകൾ. പക്ഷെ നാട്ടിൽ നമ്മൾ അന്ന് വാൽപ്പാറ പോയപ്പോൾ ഇതിനേക്കാളും വലിയ ഹെയർ പിൻസ് ഉണ്ടായിരുന്നു. നോക്കിയാൽ മലയുടെ മേലെന്ന് മണ്ണിങ്ങനെ താഴെ വന്നിട്ടുള്ള. This is what we call as dry mountains. ഞാനിട്ടൊരു പേര്. Usually in mountains ഉള്ള സ്ഥലത്ത് we can expect the temperature to be lower than city area. മോർണിംഗ്സിലായാലും ഈവനിങ്സിലായാലും. അല്ല, അതുകൊണ്ടാണല്ലോ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞ മൗണ്ടൻ ഏരിയയിൽ എപ്പോഴും ടെമ്പറേച്ചർ ഫസ്റ്റ് അവിടെയാണ് ഏറ്റവും കുറവ് ഡിഗ്രി എത്തിയെന്ന് പറയാം. ഇവിടുത്തെ റോഡ് സ്പീഡ് 60 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്.
ചെത്തി ഇങ്ങനെ ലെവലാക്കി എടുക്കുന്നതാട്ടാ, പൊട്ടിച്ചിട്ടേ. റോഡ് പണ്ട് പോയിട്ടുള്ളതാണ്. കാരണം കണ്ടത് 2 മൗണ്ടൻ്റെ പൊട്ടിച്ചേക്കണം, 2 ഡിഫറെന്റ് സെക്ഷനാക്കി, 2 സെക്ഷനാക്കി. അപ്പൊ എന്തുമാത്രം സ്ട്രഗിൾ, എന്തുമാത്രം എഫേർട്ട് ഉണ്ടാവില്ല ഈ ഒരു റോഡിന്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ചെറിയൊരു തോട്ടം റൈറ്റ് സൈഡിൽ, പനകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയുള്ളവർക്കൊക്കെ മെയിൻ കൃഷി കാര്യങ്ങളാണ്. ലെഫ്റ്റും റൈറ്റും ഇനി നമുക്ക് ചെറിയ ഒരു ടൗൺ കാണാം. ഈ 2 മൗണ്ടൻസിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ വാലി, അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലെഫ്റ്റിൽ കാണാം. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് വ്യൂ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ കാണാത്തത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കോർഫക്കാൻ ടു ഷാർജ ദുബായ് റോഡ് ട്രിപ്പ്